ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചിക്കൻ മന്തി കേട്ടോ. ബാക്കി ഉമ്മ പറയൂട്ടാ. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് റൈസ് എടുക്കാം. ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അളന്നെടുക്കുക. ഇവ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കൊന്ന് ഒരു 1 hour കുതിർത്ത് വെക്കാം. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 hour നമുക്ക് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ്റെതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് മന്തിയുടെ മസാല ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് നന്നായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലി, പുതിന ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1 hour നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1 hourന് ശേഷം നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിന്നെ പട്ട, കറാമ്പൂ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് വേവിച്ചിട്ട് ഊറ്റിക്കളയുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് വേവിപ്പിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഇതിലേക്ക്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈസും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയിട്ട് ദമ്മിലേക്ക് ഇടാം. അപ്പോൾ അതിനായിട്ട് 2 കളറ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദമ്മ് ചെയ്യാം. കളറ് 2ഉം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ലെയറായിട്ടാണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ചോറിലേക്ക് ഇറങ്ങുന്നതാണ്. ഇനി ചെറിയൊരു പാത്രത്തിൽ കനലെടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്മോക്ക് ചെയ്യാൻ വെക്കണം. അത് ഇതിൽ റെക്കോർഡ് ആയിട്ടില്ല, സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് എയർ ടൈറ്റായിട്ട് നമുക്ക് അടച്ച് പിന്നെ ഒരു 20 മിനിറ്റ് നമുക്ക് ദമ്മിൽ വെക്കാം. അപ്പോൾ ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസും ചിക്കനും സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇനി റൈസും ഒന്ന് എടുത്തിട്ട് ഈ മസാലയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്ക് ഫ്ലേവർ കയറും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് മന്തി. അപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ
നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കനൊക്കെ വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.